കേരള തൊഴിലുറപ്പ് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പ്രചാരണ പരിപാടി ആരംഭിച്ചിരിക്കുകയാണ്. 2 വർഷത്തിനിടെ കുറഞ്ഞത് 20 ദിവസം ജോലി ചെയ്തവരെ കേരള തൊഴിലുറപ്പ് തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളാക്കി ആനുകൂല്യങ്ങൾ നൽകാൻ സംസ്ഥാന സർക്കാർ പ്രചാരണ നടപടി ആരംഭിച്ചു. ജൂലൈ 31 വരെയാണ് പ്രചാരണം നടക്കുക. പഞ്ചായത്തുകളിൽ തൊഴിൽ നൽകാൻ കേന്ദ്ര സർക്കാർ പണം മുടക്കുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, നഗരമേഖലകളിൽ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി എന്നിവയിലെ തൊഴിലാളികളെയാണ് ക്ഷേമനിധിയിൽ ഉൾപ്പെടുത്തുക. 18 മുതൽ 55 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് തൊഴിലുറപ്പ് തൊഴിലാളിയാണെന്ന് തദ്ദേശ സെക്രട്ടറി നൽകുന്ന സാക്ഷ്യപത്രമുണ്ടെങ്കിൽ ക്ഷേമനിധി അംഗമാകാൻ സാധിക്കും. തൊഴിൽ കാർഡ്, ആധാർ, ബാങ്ക് അക്കൗണ്ട് എന്നിവ തൊഴിലുറപ്പ് പദ്ധതിയിലെ വിവരങ്ങളുമായി ഒത്തുനോക്കിയാണ് സാക്ഷ്യപത്രം നൽകേണ്ടത്. കൂടാതെ പ്രതിമാസം 50 രൂപ വീതം അടയ്ക്കണം. 2 പദ്ധതികളിലുമായി 20 ലക്ഷത്തോളം അംഗങ്ങളിൽ 8 ലക്ഷം പേരെങ്കിലും ക്ഷേമനിധിയിൽ ചേരണമെന്നാണ് കരുതുന്നത്. ഇതിനായി ഗവൺമെന്റ് പോർട്ടലും സജ്ജമാക്കിയിട്ടുണ്ട്. 2023 ജനുവരിയിലാണ് രാജ്യത്ത് ആദ്യമായി തൊഴിലുറപ്പ് ക്ഷേമനിധി ബോർഡ് കേരളത്തിൽ രൂപീകരിച്ചത്. ഗ്രാമീണ മേഖലയിൽ തൊഴിൽ വാഗ്ദാനം ചെയ്യുന്നതിന് വേണ്ടി നടപ്പിലാക്കിയ പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി. ഇപ്പോൾ 2 വർഷത്തിനിടെ 20 ദിവസമെങ്കിലും ജോലി ചെയ്തവർക്ക് ക്ഷേമനിധി അംഗത്വവും ലഭിക്കും.